ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് BCOE 142 മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. അതിൽ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്. Management accounting uses various special tools and techniques to make data available in an understandable manner. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പലതരത്തിൽ സ്പെഷ്യലായിട്ടുള്ള ടൂൾസും ടെക്നിക്സും ഉപയോഗിച്ചിട്ടാണ് ഡേറ്റ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ അവർ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ മേക്ക് ചെയ്യുന്നത്. It uses the data from financial accounting to make managerial making. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്നും ഡേറ്റ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മാനേജറിയൽ ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The techniques used under management accounting are financial planning, fund flow analysis, standard costing, budgetary control, marginal costing, ratio analysis, etc. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഉണ്ട്, ഫണ്ട് ഫ്ലോ അനാലിസിസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഉണ്ട്, ബജറ്ററി കൺട്രോൾ ഉണ്ട്, മാർജിനൽ കോസ്റ്റിംഗ് ഉണ്ട്, റേഷ്യോ അനാലിസിസ് ഉണ്ട്. നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഓരോന്നും എന്താണെന്നുള്ളത്. ആദ്യത്തേതാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്. ആസ് വി ഓൾ നോ, പ്ലാനിംഗ് ഈസ് ക്രിയേറ്റിംഗ് എ പ്ലാൻ ഫോർ ഫ്യൂച്ചർ ആക്ഷൻ. സോ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഈസ് പ്ലാനിംഗ് ഓഫ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്ലാൻ ചെയ്യുന്നത് എന്തിനാണ്? ഫ്യൂച്ചർ ഒരു ആക്ഷൻ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ആൻ ഓർഗനൈസേഷൻ ഹാസ് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ്. സം ആർ ഷോർട്ട് ടേം, അതേഴ്സ് ആർ ലോങ് ടേം. ഒരു ഓർഗനൈസേഷന് പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ചിലത് ഷോർട്ട് ടേം ആയിരിക്കും, ചിലത് ലോങ് ടേം ആയിരിക്കും. So it is the task of the top management to plan for them accordingly. അതുകൊണ്ട് തന്നെ ഇത് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ടാസ്ക്കാണ്, ജോലിയാണ് എന്ത് ഈ ഷോർട്ട് ടേമിലുള്ളതും ലോങ് ടേമിലുള്ള ഒബ്ജക്റ്റീവ്സ് എല്ലാം അതുപോലെ തന്നെ ഓരോ ഒബ്ജക്റ്റീവ്സിനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ടാസ്ക്കാണ്. Financial policies may include determination of amount of capital required, sources of funds, distribution of the return of capital, structure of the company. അപ്പോൾ ഫിനാൻഷ്യൽ പോളിസീസിൽ എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്? നമുക്ക് എന്തുമാത്രം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വേണം, എന്തുമാത്രം വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സോഴ്സും പിന്നെ നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ റിട്ടേണും, ഇതൊക്കെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ പോളിസീസും മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദ ഔട്ട്പുട്ട് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഔട്ട്പുട്ടാണ്. ഇറ്റ് പ്രൊവൈഡ്സ് അസ് വിത്ത് ദ റെലവൻറ്റ് ഡേറ്റ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ തരും. ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ടു നോ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അത് നമ്മുടെ മാനേജ്മെൻറ്റിന് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി അറിയാനും അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് മാനേജ്മെൻറ്റിന് അറിയാൻ വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നു. മാനേജേഴ്സ് യൂസ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റേഷ്യോ അനാലിസിസ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് അനലൈസിന് വേണ്ടിയിട്ട് മാനേജേഴ്സ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റും പിന്നെ ചില റേഷ്യോ അനാലിസിസ് ടെക്നിക്സും ഉപയോഗിക്കാറായിട്ടുണ്ട്. അടുത്തതാണ് ഫണ്ട് ഫ്ലോ അനാലിസിസ്. ഫണ്ട് ഫ്ലോ അനാലിസിസ് ഐഡൻറ്റിഫൈസ് ദ കോസസ് ഓഫ് ചേഞ്ച് ഇൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ ബിറ്റ്വീൻ 2 ടൈം പീരീഡ്സ്. ഫണ്ട് ഫ്ലോ അനാലിസിസ് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ 2 ടൈം പീരീഡിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ്റെ ചേഞ്ചസിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫണ്ട് ഫ്ലോ അനാലിസിസ്
അനാലിസിസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ 2 ടൈം പീരീഡ്സിൽ തമ്മിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ്റെ ചേഞ്ചിൻ്റെ കാരണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിഡേഴ്സ് ദ ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് കൺവേർഷൻ ഓഫ് കറണ്ട് അസറ്റ് ടു ഫിക്സഡ് അസറ്റ് ഓർ ലോങ് ടേം ലയബിലിറ്റീസ്. ഫണ്ട് ഫ്ലോ അനാലിസിസ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിലെ ചേഞ്ച് അതിനെ കൺസിഡർ ചെയ്യുന്നു. എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ കറണ്ട് അസറ്റിനെ ഫിക്സഡ് അസറ്റായിട്ട് മാറിയിട്ടുണ്ടോ, കൺവേർട്ട് ആയിട്ടുണ്ടോ, അതോ അത് ലോങ് ടേം ലയബിലിറ്റി ആയിട്ടാണോ കൺവേർട്ട് ആയത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഫണ്ട് ഫ്ലോ അനാലിസിസിൽ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ടു ഡു ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് കൺട്രോൾ ഇറ്റ്സ് ഫ്ലോ ഓഫ് ഫണ്ട്. ഫണ്ട് ഫ്ലോ അനാലിസിസ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് നമ്മുടെ ഫണ്ട് ഫ്ലോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഗീവ്സ് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഓർഗനൈസേഷനിലെ ക്യാഷിൻ്റെ ഇൻഫ്ലോസിൻ്റെയും ഔട്ട്ഫ്ലോസിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് തരും. ആസ് ഫണ്ട് ഫ്ലോ ഈസ് മോർ യൂസ്ഫുൾ ഫോർ ലോങ് ടേം പ്ലാനിങ്, ദർ മേ ബി എ സിറ്റുവേഷൻ വെൻ ഫണ്ട് ഫ്ലോ shows favorable results, but it may be due to accumulation of inventory and trade debtors. ഫണ്ട് ഫ്ലോ ലോങ് ടേം പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ഉപയോഗം ആണെന്ന് പറഞ്ഞാൽ പോലും പക്ഷേ അവിടെ ഒരു സിറ്റുവേഷൻ വരും എവിടെ ഫണ്ട് ഫ്ലോ ഫേവറബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കാണിക്കും. പക്ഷേങ്കിൽ അതെപ്പോഴായിരിക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കാണിക്കുന്നത്, നമ്മുടെ ഇൻവെൻ്ററിയിലോ അല്ലെങ്കിൽ ട്രേഡ് ഡെപ്റ്റേഴ്സിലോ ഒരു അക്യുമുലേഷൻ വരുമ്പോഴത്തേനും ഫണ്ട് ഫ്ലോ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കാണിക്കും. പക്ഷേങ്കിൽ നമ്മുടെ ഡെപ്റ്റേഴ്സ് ഇങ്ങനെ അക്യുമുലേറ്റ് ആയിക്കൊണ്ടിരുന്നാൽ അതത്ര നല്ലതല്ലല്ലോ. ഡെപ്റ്റേഴ്സ് മാക്സിമം നമുക്ക് ഇങ്ങോട്ട് എമൗണ്ട് കിട്ടുന്നതായിരിക്കുമല്ലോ കുറച്ചും കൂടി ബെറ്റർ. അക്യുമുലേറ്റ് ചെയ്ത് അത് മോർ ദാൻ 1 year ഒക്കെ ആയിക്കഴിഞ്ഞാൽ ബാഡ് ഡെപ്റ്റ് ആകുന്ന ഒരു കേസസും ഉണ്ടല്ലോ. സോ അതാണ് ഫണ്ട് ഫ്ലോ എന്താണ് ഒരു ഫേവറബിൾ റിസൾട്ട് ഇങ്ങനെ ട്രേഡ് ഡെപ്റ്റേഴ്സ് അക്യുമുലേറ്റ് ആകുമ്പോഴത്തേനും കാണിക്കും എന്ന് പറയുന്നതിനുള്ള കാരണം. അടുത്ത ടെക്നിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇറ്റ് വർക്ക്സ് ആസ് എ കൺട്രോൾ മെക്കാനിസം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒരു കൺട്രോൾ മെക്കാനിസമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അണ്ടർ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വി സെറ്റ് എ സ്റ്റാൻഡേർഡ് കോസ്റ്റ്, മെഷർ ദി ആക്ച്വൽ പെർഫോമൻസ്, കമ്പയർ ഇറ്റ് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഫൈൻഡ് ദ വേരിയൻസസ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസുമായിട്ട് മെഷർ ചെയ്യും. എന്നിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ്സും ഈ ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും വേരിയൻസസ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കും. It helps the organization to identify the responsibility centers and take the remedial action to avoid the adverse decisions taken in past. ഇത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് കോസ്റ്റ് തമ്മിൽ സെറ്റ് ചെയ്തേക്കുന്നതിൽ തമ്മിൽ എന്തെങ്കിലും ഡീവിയേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു റെമഡിയൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ റെമഡിയൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുമ്പോഴത്തേനും നമ്മൾ പാസ്റ്റിൽ എടുത്തിട്ടുള്ള അഡ്വേഴ്സ് ആയിട്ടുള്ള ബാഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻസൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് മെക്കാനിസം ഒക്കെ ഇൻക്രീസ് ആകും. അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഒരു യൂസ്ഫുൾ സൈഡ് എന്ന് പറയുന്നത്. അടുത്ത ടെക്നിക്കാണ് ബഡ്ജറ്ററി കൺട്രോൾ. ഇറ്റ് ഈസ് ഓഫൺ മിസ്ഇൻ്റർപ്റ്റഡ് ആസ് സിമിലർ ടു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആസ് ബോത്ത് ആർ കൺട്രോളിംഗ് ടെക്നിക്സ്. ബട്ട് ഇൻ ബഡ്ജറ്ററി കൺട്രോൾ വി സെറ്റ് എ ബഡ്ജറ്റ് ഫോർ ഈച്ച് യൂണിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ദിയർ പെർഫോമൻസ് ഈസ് കമ്പയർഡ് ടു ദ ബഡ്ജറ്റഡ് വാല്യൂസ്. ബഡ്ജറ്ററി കൺട്രോൾ എന്താണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങുമായിട്ട് മിക്കപ്പോഴും മിസ്ഇൻ്റർപ്റ്റഡ് ആകാറുണ്ട്. കാര്യം സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങുമായിട്ട് സിമിലറാണ്. കാര്യം രണ്ടും കൺട്രോളിങ് ടെക്നിക്സാണ്. പക്ഷേ ബഡ്ജറ്ററി കൺട്രോളിൽ നമ്മൾ
നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഓരോ യൂണിറ്റിനും ഒരു ബജറ്റ് സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അവരുടെ പെർഫോമൻസ് ബജറ്റഡ് വാല്യൂസുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഓരോ യൂണിറ്റിനും നമ്മൾ ബജറ്റ് സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളിങ്ങനെ ആസ് യൂഷ്വലി പെർഫോം ചെയ്യുമല്ലോ ആ ബജറ്റ് ചെയ്തേക്കുന്നതിനനുസരിച്ച്. അപ്പം പെർഫോം ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്കൊരു റിസൾട്ട് വരുമല്ലോ. ആ റിസൾട്ടും നമ്മൾ ബജറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് അനദർ ടെക്നിക് യൂസ്ഡ് ബൈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ഫോർ കോസ്റ്റ് കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് യൂസ് ചെയ്യുന്ന ഒരു അനദർ ടെക്നിക്കാണ്. എന്തിനാണെന്ന് വെച്ചാൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും ഡിസിഷൻ മേക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഡിസൈഡ് സെല്ലിംഗ് പ്രൈസ് ആൻഡ് പ്രൊപ്പോർഷൻ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ടേക്ക് മേക്ക് ഓർ ബൈ ഡിസിഷൻ. അതായത് നമ്മുടെ ഒരു പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഡിസൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു യൂണിറ്റിൻ്റെ എന്തുമാത്രമാണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ നമുക്ക് കിട്ടിയ ഓർഡർ എടുക്കണോ അതോ നമ്മൾ തന്നെ നമുക്ക് കിട്ടിയ ഓർഡേഴ്സ് നമ്മളുടെ ഓർഗനൈസേഷനിൽ തന്നെ മേക്ക് ചെയ്യണോ അതോ നമ്മൾ എവിടെയെങ്കിലും വാങ്ങിക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് മാർജിനൽ കോസ്റ്റിംഗ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഡിവൈഡ്സ് ദ കൺസേൺഡ് കോസ്റ്റ് ഇൻ ദ ഫിക്സഡ് ആൻഡ് വേരിയബിൾ. കൺസേൺഡ് ആയിട്ടുള്ള ചിലവുകളെ ഫിക്സഡ് കോസ്റ്റായിട്ടും വേരിയബിൾ കോസ്റ്റായിട്ടും ഡിവൈഡ് ചെയ്യും. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഡിസൈഡ് ചെയ്യാനും എന്തുമാത്രം യൂണിറ്റ്സ് നമ്മൾ സെയിൽ ചെയ്യണം, നമ്മളൊരു ഓർഡർ എടുക്കണോ, ഇപ്പം നമ്മളെടുത്ത ഓർഡറിൽ അത്രയും സാധനങ്ങൾ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മുടെ പ്ലാന്റിൽ തന്നെ ഉണ്ടാക്കണോ അതോ നമ്മൾ എവിടെയെങ്കിലും വാങ്ങിച്ചാൽ മതിയോ, അങ്ങനെയുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കാനായിട്ട് മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യും. ഓരോ ചിലവുകളെയും ഫിക്സഡ് വേരിയബിൾ എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യുകയും ചെയ്യും മാർജിനൽ കോസ്റ്റിംഗ്. അടുത്ത ടെക്നിക്കാണ് റേഷ്യോ അനാലിസിസ്. ദർ ആർ ഡിഫറെൻറ്റ് റേഷ്യോസ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ലൈക്ക് ലിക്വിഡിറ്റി, സോൾവൻസി, പ്രോഫിറ്റബിലിറ്റി എക്സെട്ര. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പലതരത്തിലുള്ള റേഷ്യോസ് ഉണ്ട് അല്ലേ. ലിക്വിഡിറ്റി ഉണ്ട്, സോൾവൻസി ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, അങ്ങനെ പലതും. ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഫോർ ഇൻറ്റേർണൽ ഡിസിഷൻ മേക്കിംഗ്. റേഷ്യോ അനാലിസിസ് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഇൻറ്റേർണൽ ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ആഡ്സ് ടു ദ എഫിഷ്യൻസി ഓഫ് ദ മാനേജ്മെൻറ്റ്. നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് റേഷ്യോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഡീൽ ചെയ്യുന്നു. ഇറ്റ് യൂസസ് വേരിയസ് ടെക്നിക്സ് ഫോർ കമ്പയറിങ് ദ കോസ്റ്റ് വിത്ത് ആൻറ്റിസിപ്പേറ്റഡ് റിസൾട്ട്സ്. നമ്മുടെ കോസ്റ്റും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന റിസൾട്ടും തമ്മിൽ പലതരത്തിലുള്ള ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ടെക്നിക്സ് ലൈക്ക് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് ആർ യൂസ്ഡ് ഫോർ അനലൈസിങ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഡിസിഷൻസ് ടേക്കൻ ബൈ ദി ഓർഗനൈസേഷൻസ്. എന്തൊക്കെ ടെക്നിക്സാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങും ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് കോസ്റ്റ് അനലൈസ് ചെയ്യും. ആൻഡ് ബെനിഫിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഡിസിഷൻസ് ടേക്കൻ ബൈ ദി ഓർഗനൈസേഷൻസ്. നമ്മുടെ ഓർഗനൈസേഷൻ ടേക്ക് ചെയ്യുന്ന പല വ്യത്യസ്തമായിട്ടുള്ള ഡിസിഷൻസിന് ഇവ ബെനിഫിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അടുത്ത ടെക്നിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അക്കൗണ്ടൻസ് ഹാവ് ആക്സസ് ടു ഡേറ്റ ആൻഡ് ദേ മേക്ക് സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ കൺക്ലൂഷൻസ് ഫ്രം ഇറ്റ്. അക്കൗണ്ടൻസിന് ഡേറ്റയിലേക്ക് ആക്സസ് ഉണ്ട്, അതുപോലെ തന്നെ അവർ സിസ്റ്റമാറ്റിക്കായിട്ടും ലോജിക്കലായിട്ടുമുള്ള കൺക്ലൂഷൻസൊക്കെ ഡേറ്റയിൽ നിന്നും മേക്ക് ചെയ്യും. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ലൈക്ക് സാമ്പിളിംഗ് തിയറി ഹെൽപ്സ് ടു മേക്ക് റിലയബിൾ ഇൻ്റർപ്രിട്ടേഷൻ അബൌട്ട് പോപ്പുലേഷൻ ബൈ യൂസിങ് സിമ്പിൾ ഡേറ്റ. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആയിട്ടുള്ള സാമ്പിളിംഗ് തിയറി നമ്മുടെ റിലയബിൾ ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനെ മേക്ക് ചെയ്യാൻ സഹായിക്കും. എന്തിൻ്റെ റിലയബിൾ ഇൻ്റർപ്രിട്ടേഷനാണ്? പോപ്പുലേഷനൊക്കെ ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് റിലയബിളായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ മേക്ക് ചെയ്യും ബൈ യൂസിങ് സിമ്പിൾ ഡേറ്റ. സിമ്പിൾ ഡേറ്റാസ് ഉപയോഗിച്ചിട്ടായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ ഇതുപോലെ
സിസ്റ്റമാറ്റിക്കലും ലോജിക്കൽ കൺക്ലൂഷൻസും ഒക്കെ മേക്ക് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളിന്ന് പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ക്ലാസ് വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.